ദിവസം അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതിങ്ങനെയാണ്: പ്രിയപ്പെട്ടവരെ, ശാരീരികമായി കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തൽക്കാലം മാറി നിൽക്കുകയാണ്. മുതലാളിയുടെ സ്വഭാവം ഈ ജന്മം നേരാവുന്ന സ്വപ്നം കാണണ്ട. ജാത്യാലുള്ളൂ തൂത്താ പോവോ? എന്നിട്ട് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഉണ്ടാവണം. ഞാനില്ല എന്ന് വെച്ച് വൈക്കോ പെർഫ്യൂംസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതെ നിൽക്കരുത്. നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുടുംബം ജീവിക്കുന്നത് അതുവഴി മാത്രമായിരിക്കും. തിരിച്ചു വന്നാൽ കാണാം. നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുടുംബം ജീവിക്കുന്നത് അതുവഴി മാത്രമായിരിക്കും. തിരിച്ചു വന്നാൽ കാണാം. എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. ഞാനും ഷബീർ ഏതായാലും റൈഡിംഗ് ഗിയേഴ്സ് ഒക്കെ നാട്ടിലേക്ക് തിരിച്ചു വരുത്തുള്ളൂ. എനിക്ക് ഇവിടെ ചൊവ്വാഴ്ച വരെ നിൽക്കേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു. നാളെയും കൂടി എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, പക്ഷേ അത് ക്യാൻസലാക്കി. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യുമല്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും മല്ലു ട്രാവലർ ആരാധകർ വളരെയധികം ഞെട്ടലോടെയാണ് ഈ പോസ്റ്റ് കണ്ടത്. വളരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ചില പോസ്റ്റുകളുണ്ട്. എന്നാൽ അതേപോലെ തന്നെ നെഗറ്റീവായി നിൽക്കുന്ന കുറച്ച് കമൻറ്റുകളുണ്ട്. അതായത് മല്ലു ട്രാവലർ നിലവിൽ അദ്ദേഹത്തിൻ്റെ വ്ളോഗുകളോ വീഡിയോകളോ ഒന്നും തന്നെ നേരത്തെ പറഞ്ഞ 2020-2021 കാലഘട്ടത്തിലുണ്ടായിരുന്ന വ്യൂസിൻ്റെ അത്രയൊന്നും പോലും ഇല്ല. ആ ഒരു സമയത്ത് കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടി, വൈറലാവാൻ വേണ്ടി ചെയ്ത ഒരു നാടകം മാത്രമാണെന്നുള്ള കമൻറ്റുകളും വളരെയധികം വൈറലായിട്ട് മാറുന്നുണ്ട്. ഇതേതാണ്ട് എലിക്കണിയിൽ സുനവെട്ടതുപോലെ സുനവെട്ട എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെത്തിയാണ്. അതിങ്ങനെയാണ്: ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ടു റിക്കവർ ബട്ട് ആം ഫെയിൽഡ്. മേ ബി ഇറ്റ്സ് ടൈം ഫോർ എൻഡ് എന്നാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിലൊരു വലിയ അഭ്യൂഹം നിലനിൽക്കുന്നത്. ഇത് വെറുതെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണെന്ന് ഒരു വിഭാഗം ആളുകൾ വാദിക്കുമ്പോൾ, പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആദ്യമായിട്ട് നന്ദി കേട്ടോ, എല്ലാവരോടും ഒരുപാട് നന്ദി. ഇതിന്റെ ഒരു ചെറിയൊരു ഇതിന്റെ വ്യത്യാസത്തിലാണ് എനിക്ക് എൻ്റെ ലൈഫ് എനിക്ക് തിരിച്ചിട്ടത്. അതാണ് അതിന്റെ സത്യം. അപ്പം ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. കണ്ട കേട്ടാ, ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ല. വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ പറഞ്ഞത് മനസ്സിലാക്കണം. മനസ്സിലായ 2-3 ആഴ്ച ഞാൻ കടന്നുപോയ എൻ്റെ ലൈഫ്, അതെന്റെ ഇത്രയും വർഷത്തെ ലൈഫിൽ ഏറ്റവും ഹാർഡസ്റ്റ് മൊമെന്റ് ആയിരുന്നു. നീ ഒന്നും പണയണ്ട. ഇമേജ് കംപ്ലീറ്റ് പോയി. ഇനി ഇവിടെ കോട്ടും സൂട്ടും ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല.